കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസനം മണ്ഡലത്തിലെ വോട്ടർമാർക്ക് അറിയാം. അത് തുടരുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടെന്നും അതാണ് ജനങ്ങൾക്കിടയിൽ വോട്ട് ചോദിക്കാനുള്ള ആത്മവിശ്വാസമെന്നും അഹമ്മദ് ദേവർകോവിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് സൗത്തിൽ നിന്നും ഒരു തവണ കൂടി സ്ഥാനാർത്ഥിയാവുകയാണ്. പിറ്റേ ദിവസം തന്നെ അന്ന് രാത്രി തന്നെ പോസ്റ്ററുകൾ ഒട്ടിക്കാനും കഴിഞ്ഞു. തുടർന്നിങ്ങോട്ട് ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് തന്നെ നടന്നു വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിലുണ്ടാക്കിയുള്ള വികസനം തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്ന രീതിയിലാണ് ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. നേരിട്ട് അനുഭവഭേദ്യമായ ആ യാഥാർത്ഥ്യത്തിനനുസൃതമായി ജനങ്ങളുടെ വോട്ടുകൾ നമുക്ക് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വരും എന്ന വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ നിലക്ക് നല്ല പ്രതീക്ഷയാണ്. എതിർ സ്ഥാനാർത്ഥി ഫൈസൽ ബാബു ആണ്. എങ്ങനെയാണ് ഒരു ഫൈറ്റ് വരാൻ സാധ്യത ഉണ്ടോ? അദ്ദേഹം ഇപ്പോൾ ഈ പ്രദേശത്തിൽ പുതുമുഖമായതുകൊണ്ട് തന്നെ നേരിട്ട് എനിക്ക് പരിചയമില്ല, കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഡൽഹി നിവാസിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ മത്സരം വ്യക്തികൾ തമ്മിലല്ലല്ലോ, ഇവിടെ 2 മുന്നണികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി നടത്തിയിട്ടുള്ള വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഫൈസൽ ബാബുവിനെ ചോദിച്ചപ്പോൾ പറഞ്ഞ 5 വർഷമായിട്ട് കോഴിക്കോട് സൗത്തിൽ എന്ത് വികസനമാണ് ദേവർകോവിൽ ഉണ്ടാക്കിയതെന്നാണ് ചോദിക്കുന്നത്. എന്താ മറുപടി? അത് ആ കാര്യത്തിനാണ് വളരെ വ്യക്തമായ മറുപടിയുള്ളത്. നീണ്ട 50 വർഷക്കാലം കോഴിക്കോട്ടെയും പുതിയ പാലത്തെയും ജനങ്ങളുടെ സ്വപ്നമായിരുന്നു പുതിയ പാലത്തിൽ വലിയ പാലം. ഒരുപാട് MLA മാറി മാറി ഇവിടെ വന്നു പോയിട്ടുണ്ട്, MP മാർ വന്നു പോയിട്ടുണ്ട്. അവർക്ക് സാധിക്കാത്തത് 5 വർഷം മുമ്പ് ഞാൻ വോട്ട് ചോദിച്ചു എന്നപ്പോൾ ആ പ്രദേശ ജനങ്ങൾ പറഞ്ഞു, എല്ലാ സ്ഥാനാർത്ഥികളും വോട്ട് ചോദിച്ചു വരുമ്പോൾ ഈ പാലം ഉണ്ടാക്കും എന്ന് പറയാറുണ്ട്, പിന്നീട് അവരെ കാണാറില്ല. നിങ്ങളും അങ്ങനെയാകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് ഇടതുപക്ഷത്തിന്റെ വാക്കാണ്, നടപ്പാക്കാറുള്ളത് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ, പറഞ്ഞതൊക്കെ നടപ്പിലാക്കിയിട്ട് പോകാറുള്ളൂ. ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ടി വന്നാൽ ഈ പാലം യാഥാർത്ഥ്യമാക്കിയ ശേഷം മാത്രമേ വരൂ എന്ന് ഉറപ്പ് കൊടുത്തു. ആ ഉറപ്പിവിടെ പാലിക്കപ്പെട്ടു. 5ഓളം സ്റ്റേഡിയങ്ങൾക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിലെ എല്ലാ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട്. അതിൽ ഭൂരിപക്ഷവും BNBC നിലവാരത്തിലുള്ളതാണ്. ഈ പട്ടണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ ജനങ്ങളെ അഡ്രസ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും എക്കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു MLA പലപ്പോഴും ഫോൺ എടുക്കാൻ പ്രയാസമുണ്ടാവും. പക്ഷേ ഒരു മിസ് കോൾ ആയാൽ പോലും ഞാൻ തിരിച്ചു വിളിച്ച് ആളുകളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ആ നിലക്ക് തന്നെ ജനങ്ങൾക്കറിയാം ഈ 5 വർഷക്കാലം MLA എന്ന നിലക്ക് ഞാനെന്ത് നേട്ടമുണ്ടാക്കിയെന്നത്. നിങ്ങൾക്ക് ഒരു 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ അതിലും വർദ്ധിക്കോ? ഇപ്രാവശ്യം എന്ത് തന്നെയാലും 20,000-ന് മേലെ പോകുന്നതിനകത്ത് ഒരു സംശയവും വേണ്ട. അത് തന്നെയാണ് അഹമ്മദ് ദേവർകോവിൽ പറയുന്നത്. ഇത്തവണ 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറും കോഴിക്കോട് സൗത്തിൽ എന്നാണ് പറയുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.